വർഷത്തെ ഹജ്ജ് രജിസ്ട്രേഷൻ സെപ്റ്റംബർ 3 ആരംഭിക്കുമെന്ന് ഹജ്ജ് ഉംറ സുപ്രീം കമ്മിറ്റി. താഴെ കാണുന്ന പോർട്ടൽ വഴി സെപ്റ്റംബർ 16 ചൊവ്വാഴ്ച വരെ രജിസ്റ്റർ ചെയ്യാം. US സെൻട്രൽ കമാൻഡ് കമാൻഡർ അഡ്മിറൽ ചാൾസ് ബ്രാഡ്ഫോർഡ് കൂപ്പറിനെയും പ്രതിനിധി സംഘത്തെയും സ്വീകരിച്ച് രാജാവ് ഹമദ് ബിൻ ഈസ ആൽ ഖലീഫ. US സെൻട്രൽ കമാൻഡിന്റെ പുതിയ പദവി ഏറ്റെടുത്ത കൂപ്പറിന് രാജാവ് ആശംസകൾ അറിയിച്ചു. സാമൂഹിക ഇൻഷുറൻസ് സ്ഥാപനത്തെയും ലേബർ ഫണ്ടിനെയും കബളിപ്പിച്ച് 2,30,000 ബഹ്റൈൻ ദീനാർ തട്ടിയെടുത്ത കേസിൽ 10 ഉന്നത ജീവനക്കാർക്ക് വിചാരണ. വ്യാജരേഖകൾ നിർമ്മിക്കുകയും സാമ്പത്തിക നേട്ടമുണ്ടാക്കുകയും ചെയ്ത ബഹ്റൈൻ സ്വദേശികളായ പ്രതികൾക്കെതിരെ ഹൈ ക്രിമിനൽ കോടതി 5 കുറ്റങ്ങൾ ചുമത്തി. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡയറക്ടറേറ്റ് ആരംഭിച്ച കൺസ്യൂമർ ഫ്രണ്ടിന് മികച്ച സഹകരണവുമായി കച്ചവട സ്ഥാപനങ്ങൾ. വിദ്യാർത്ഥികൾക്കും കുടുംബങ്ങൾക്കും താങ്ങാനാകുന്ന വിലയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് സംരംഭത്തിന്റെ ലക്ഷ്യം. ബഹ്റൈന്റെ സമ്പദ് വ്യവസ്ഥ ഈ വർഷം 2.7%, 2026-ൽ 3.3% വളരുമെന്ന് അറബ് മോണിറ്ററി ഫണ്ടിന്റെ റിപ്പോർട്ട്. സാമ്പത്തിക വളർച്ച പ്രധാനമായും എണ്ണ ഇതര മേഖലകളെ അടിസ്ഥാനമാക്കിയാണ്. ബഹ്റൈൻ കേരളീയ സമാജം ഓണാഘോഷമായ ശ്രാവണം 2025ന്റെ ഭാഗമായി ഈ വർഷവും ഓണാഘോഷം വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായിരിക്കുമെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണൻ പിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, ശ്രാവണം ഓണാഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ വർഗീസ് ജോർജ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പിള്ളേരോണം സംഘടിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ഓണാഘോഷത്തിൽ നാളെ രുചിമേള സംഘടിപ്പിക്കും.